മോദി സർക്കാർ തുലയട്ടെ, മോദി സർക്കാർ തുലയട്ടെ, മോദി സംഘി പോലീസ്, മോദി സംഘി പോലീസ്, വിദ്യാഭ്യാസ കച്ചവടത്തിന്, വിദ്യാഭ്യാസ കച്ചവടത്തിന് ന്യായമായി സമരം ചെയ്യൂ, ന്യായമായി സമരം ചെയ്യൂ. പോരാളികളെ വിദ്യാർത്ഥികളെ, പോരാളികളെ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. വടകരനാടിന്റെ ഐക്യദാർഢ്യം പ്രതിഷേധത്താൽ കത്തുമ്പോൾ, പ്രതിഷേധത്താൽ കത്തുമ്പോൾ നാട്ടാരെ സമരം ചെയ്യും വിദ്യാർത്ഥികളെ, സമരം ചെയ്യും വിദ്യാർത്ഥികളെ, അവകാശത്തിൻ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാമെന്ന്, ചോരയിൽ മുക്കി കൊല്ലാമെന്ന് വ്യാമോഹിക്കും പോലീസ്, വ്യാമോഹിക്കും മോദി സർക്കാർ, വ്യാമോഹിക്കും മോദി സർക്കാർ. നിങ്ങൾക്കെതിരായി ഉയരുന്നു ന്യായമായ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടത്തിനിറങ്ങിയവർ, പോരാളികളെ വിദ്യാർത്ഥികളെ, തലസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ കത്തുമ്പോൾ, പ്രതിഷേധങ്ങൾ കത്തുമ്പോൾ അണിചേർക്കുക നാട്ടാരെ, അവകാശത്തിൻ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാമെന്ന്, ചോരയിൽ മുക്കി കൊല്ലാമെന്ന് വ്യാമോഹിക്കും സർക്കാരെ, വ്യാമോഹിക്കും സർക്കാരെ. നിങ്ങൾക്കെതിരാണ് പ്രതിഷേധം, നിങ്ങൾക്കെതിരാണ് പ്രതിഷേധം, നിങ്ങൾക്കെതിരാണ് പ്രതിഷേധം. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി കേന്ദ്രം ഭരിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള മോദി സർക്കാർ മുന്നോട്ട് പോയപ്പോ തങ്ങളുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞു എന്ന് മനസ്സിലാക്കി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചപ്പോ ആ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ കാർന്നു തിന്നുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് മുഴുവൻ യുവജനങ്ങളും വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ യുവത്വം രാജ്യ തലസ്ഥാനത്തിന്റെ നഗരിയിൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വന്നപ്പോ ആ സമരത്തെ മോദി സർക്കാർ പോലീസിനെയും RSSന്റെ ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് ചോരയിൽ മുക്കി അവകാശ സമരത്തെ ഇല്ലാതാക്കി കളയാമെന്ന ധാരണയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ആ സമരത്തിന് പിന്തുണയുമായി നിങ്ങൾ അടിച്ചാലും കൊന്നാലും നിങ്ങളുടെ എല്ലാ മർദ്ദന സംവിധാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഭാവി തലമുറക്ക് വേണ്ടി ഞങ്ങൾ ഈ നാട്ടിൽ നിലയെടുത്തു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളുമെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോക്ക്, ഇന്ത്യ തലസ്ഥാനത്തെ മെട്രോ സ്റ്റേഷനുകൾ മുഴുവൻ അടച്ചു വെച്ചപ്പോ പോലും കാൽനടയായി സമരഭൂമിയിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആവേശത്തോടുകൂടി നിങ്ങൾ ഞങ്ങളെ തല്ലി എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. അമ്മമാർ മക്കളെ മുന്നിലേക്കിട്ട് ഇതാ ഭാവിക്ക് വേണ്ടിയുള്ള സമരത്തിലാണ് എന്റെ മക്കൾ ഇറങ്ങിയത്. നിങ്ങൾ ഈ മക്കളെ തല്ലിക്കൊന്നാലും ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച്
ഉജ്ജ്വലമായ സമരമുഹൂർത്തങ്ങൾക്ക് ദില്ലി സാക്ഷ്യം വഹിക്കുമ്പോ രാജ്യത്തെ സ്നേഹിക്കുന്ന ഫാസിസത്തിനെതിരായി ഫാസിസത്തിന്റെ കുന്തമുന നമ്മുടെ നെഞ്ചിന് നേരെ ഉയരുന്നതിന് മുമ്പേ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ രാജ്യം ഒറ്റക്കെട്ടായി ഈ യുവതയോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ് വടകരയുടെ ഐക്യദാർഢ്യവുമായി നമ്മൾ ഇന്ന് ഈ പാതിരാത്രി ഇതുപോലൊരു നൈറ്റ് മാർച്ച് ആവേശഭരിതമായി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സമരത്തിൽ അണിനിരന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരത്തിൽ സംസാരിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് വലിയൊരു സമരം കത്തിപ്പടരുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന RSS വൽക്കരണത്തിനെതിരെയും രാജ്യത്തെ വിദ്യാർത്ഥികൾ ഇന്ന് തെരുവിലായിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലല്ല ആ സമരം നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ കുട്ടികൾ ഒട്ടും ആവേശം ചോരാതെ ആ സമരത്തെ അക്രമമില്ലാത്ത രീതിയിൽ തന്നെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് സമരം പോയപ്പോൾ ആ സമരത്തെ പോലീസിനെയും RSS ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താമെന്ന് മോദി സർക്കാർ കരുതിയതാണ്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വമ്പിച്ച സ്വീകാര്യത നേടിക്കൊണ്ട് ആ സമരം മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ പിന്നിലേക്ക് വരുന്നത് ഒരു സ്വാഭാവികമായ ഒരു സമരം രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കാണുകയാണ്. കുറേ കാലമായി RSS വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തും അതോടൊപ്പം തന്നെ നിരന്തരമായി CBSE പരീക്ഷകളിലും നീറ്റ് പരീക്ഷ പോലെയുള്ള മത്സര പരീക്ഷകളൊക്കെ തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുകയും എന്നാൽ കഴിഞ്ഞ വർഷം അവസാനമായി നടന്ന നീറ്റ് പരീക്ഷയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന രീതിയിലാണ് പരീക്ഷയുടെ രീതി. അതുകൊണ്ട് തന്നെ ആ സമരത്തിൽ ആ പരീക്ഷയുടെ പ്രത്യാഘാതമായി ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോഴാണ് ഈ സമരം വിദ്യാർത്ഥികളുടെ അസംഘടിത രൂപമായ CJPയുടെ ബാനറിലേക്ക് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭിക്കുന്ന പിന്തുണ ഈ വിദ്യാർത്ഥികളുടെ കൂടെ രാജ്യമുണ്ട്, നമ്മുടെ സംസ്ഥാനമുണ്ട്, വടകരയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നൈറ്റ് മാർച്ച് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനിയും തുടരുന്ന ഈ പോരാട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും